എല്ലാ രീതിയിലുള്ള ഗൈഡൻസും കറക്റ്റ് പ്രോപ്പറായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നു. നമ്മൾ 100% ഹാപ്പിയാണ്. നമ്മൾ നാട്ടിലെത്തി ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ നമുക്ക് വിസയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്രാൻഡ് മെയിൽ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. 3 വീക്സ് കഴിഞ്ഞപ്പോൾ RP കാർഡ് നമുക്ക് ഇഷ്യൂ ചെയ്തു. നമുക്ക് അങ്ങനെയായിരുന്നു, നമുക്കെല്ലാം സ്മൂത്ത് ആയിരുന്നു. ഹായ്, ഐ ആം അനുപ. അക്ഷയ്. നമ്മൾ സ്വീഡനിലേക്ക് പോവാണ് ഇന്ത്യക്ക് സെപ്റ്റംബറിൽ. എൻ്റെ ഹാംസ്റ്റർ യൂണിവേഴ്സിറ്റിയിലാണ്, ആൾ മെക്കാനിക്കൽ എഞ്ചിനീയറാണ് പഠിക്കാൻ പോകുന്നത്. ഞാൻ ഡിപ്പെൻഡ് വിസയ്ക്കാണ് പോകുന്നത്. നമുക്ക് സ്പാൻ ഇൻ്റർനാഷണൽ ഏജൻസി ത്രൂ ആണ് നമ്മുടെ എല്ലാ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഓക്കെ ഉണ്ടായത്. നമുക്ക് ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ ആഡും കാര്യങ്ങളും ഇൻസ്റ്റാ ത്രൂ ആണ് നമ്മൾ അറിഞ്ഞത്. ഹസ്ന എന്ന് പറഞ്ഞ ചേച്ചി വഴിയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ഓക്കെ ഉണ്ടായത്. അതിൻ്റെ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളും പ്രൊസീജിയേഴ്സും എന്തൊക്കെയാണ് അവിടെ ചെന്നിട്ട് വേണ്ടത്, അത് ഡൽഹിയിലെ എംബസിയിലെ കാര്യങ്ങളും അതിൻ്റെ ഫോർമാലിറ്റീസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായത് ഹസ്ന എന്ന് പറഞ്ഞ സ്റ്റാഫ് വഴിയാണ് പറഞ്ഞിട്ടുണ്ടായത്. എല്ലാ രീതിയിലുള്ള ഗൈഡൻസും കറക്റ്റ് പ്രോപ്പറായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നു. നമ്മൾ 100% ഹാപ്പിയാണ്. നമുക്ക് ഓൾറെഡി ഒരു റിലേറ്റീവ് ഉണ്ടായിരുന്നു ഡൽഹിയിൽ. അതുകൊണ്ട് നമുക്ക് ആളെല്ലാം നമ്മൾ കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കിയതാണ്. അവിടെ ചെന്നു, നമുക്ക് അധികം നേരം വെയിറ്റ് ചെയ്യേണ്ട വന്നില്ല. ഒരു ഹാഫ് ആൻ അവേഴ്സ് ചെന്നു, എന്നിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മൾ പോരാണ് ചെയ്ത്. അവിടെ ചെന്നു, നമ്മൾ നാട്ടിലെത്തി ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ നമുക്ക് വിസയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്രാൻഡ് മെയിൽ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. 3 വീക്സ് കഴിഞ്ഞപ്പോൾ RP കാർഡ് നമുക്ക് ഇഷ്യൂ ചെയ്തു. നമുക്ക് അങ്ങനെയായിരുന്നു, നമുക്കെല്ലാം സ്മൂത്ത് ആയിരുന്നു. ടെൻഷൻ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. Thank you. All the best. Welcome.